പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. മോഹൻദാസ് ടോക്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ആ പുസ്തകം. ശ്രീ BS വാര്യർ എഴുതിയ വിജയത്തിലേക്കൊരു വാതിൽ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച 175 രൂപ വിലയുള്ള ഒരു പുസ്തകമാണിത്. വിജയത്തിലേക്ക് ഒരു വാതിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മളിൽ നല്ലൊരു ശതമാനം പേരും നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് പഠിച്ച് മുന്നോട്ട് പോവുകയും തുടർന്ന് എന്ത് പഠിക്കണമെന്നുള്ള വ്യക്തമായൊരു ലക്ഷ്യബോധത്തോടു കൂടി അല്ലാതെ തുടർന്ന് പഠിക്കുകയും സ്വാഭാവികമായി എവിടെയൊക്കെയോ എത്തിച്ചേർന്ന് പോവുകയും ചെയ്തിട്ടുള്ളവരാണെന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള അഭിരുചികൾ എന്താണെന്ന് കണ്ടെത്തി അതിനെ കൂടുതൽ പരിപോഷിപ്പിച്ചുകൊണ്ട് അതിന് അനുസൃതമായ കോഴ്സുകൾ കണ്ടെത്തി ഉപരിപഠനം നടത്തി മികച്ച ഒരു തൊഴിൽ കണ്ടെത്തി അതിനനുസൃതമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് സഹായകമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നില്ല. ഒരുപക്ഷെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിന് പ്രാപ്തരായ ആളുകളുടെ പരിമിതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സൗഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ ദോഷം നമ്മൾ ധാരാളമായി അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രായം അധികമായതിന് ശേഷം അല്ലെങ്കിൽ പ്രായം അതിക്രമിച്ചതിന് ശേഷമാണ് പലപ്പോഴും തൊഴിൽ കിട്ടുന്നത്. അത് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മെച്ചപ്പെട്ട ഒരു കരിയർ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് കഴിയാതെ പോവുക തുടങ്ങിയിട്ടുള്ള നിരവധി പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിൽ ചിലരെങ്കിലും അഥവാ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ സഹോദരിമാരോ നിങ്ങളുടെ മക്കളോ മരുമക്കളോ ഒക്കെ ഒരു മികച്ച തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾ പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിലും ഉള്ളവരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. BS വാര്യർ സാറിൻ്റെ ഈ പുസ്തകം വായിച്ചാൽ പ്രിയരെ, ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുകയാണ്. ഇപ്പോൾ എന്നോട് സംവദിക്കുന്ന അല്ലെ എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പുസ്തകം വായിച്ചു വച്ചാൽ അതിനുശേഷം പുതിയ ഒരു കാഴ്ചപ്പാടും പുതിയൊരു ദർശനവും പുതിയൊരു മാനസിക അവസ്ഥയും സവിശേഷമായ ഒരു ഊർജ്ജസ്വലതയും കർമ്മമേഖലയിൽ കൂടുതൽ ആഴത്തിൽ ഗൗരവതരമായി ഇടപെടുന്നതിനുള്ള ഒരു മനോഭാവവുമുള്ളവരായി തീർക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ ചെറിയ സംഭവ വിവരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായി നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇപ്പം പ്രാഥമിക അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കാണ് കൂടുതൽ പ്രയോജനപ്രദം. വിദ്യാഭ്യാസത്തിൻ്റെ തുടർ മേഖലകളിലേക്ക് നമ്മൾ എങ്ങനെ പോകണമെന്നും എങ്ങനെ ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യണമെന്നും ഏതെല്ലാം സാധ്യതകളാണുള്ളതെന്നും നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന വിശാലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നും തുടങ്ങി നിരവധി കാര്യങ്ങൾ വളരെ ഭംഗിയായി അടുക്കും ചിട്ടയോടും കൂടി നമുക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ഈ പുസ്തകം വായിക്കേണ്ടത്. ഇത് ഞാനൊരു പ്രമോഷൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് നിങ്ങൾ ഈ പുസ്തകം വാങ്ങിക്കുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായി പ്രത്യേകിച്ച് ഒരു പ്രയോജനവും അല്ല, എനിക്ക് നേട്ടമല്ല. പക്ഷേ ഞാൻ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ്, ഞാനത് വളരെ ശക്തിയായി നിങ്ങളുടെ അടുത്ത് ശുപാർശ ചെയ്യുന്നത് ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്നതിന് നമ്മളുടെ കുട്ടികൾ യുവതലമുറ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു വിരൽത്തുമ്പിൽ നമ്മുടെ വിദ്യ അല്ലെങ്കിൽ നമ്മളുടെ വിജ്ഞാനം കിട്ടും എന്നുള്ളതെല്ലാം ശരിയാണെങ്കിലും വായനയിൽ നിന്ന് ആർജിക്കുന്ന
ഒരറിവും ഇതും തമ്മിലൊക്കെ വളരെ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ഒരു നിശ്ചിത ലക്ഷ്യത്തോടു കൂടി രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിന് സവിശേഷമായ ഒരു ഗുണവിശേഷമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ആ എഴുത്തുകാരൻ കൃത്യമായും നമ്മളോട് അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ മറുപടി പറയേണ്ടയാളാണ്. അതേസമയത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുന്ന ആയിരക്കണക്കായ ആർട്ടിക്കിളുകൾക്ക് പലപ്പോഴും നാഥനില്ല കളരിയിൽ ആരോ കയറി ആറാടുന്നത് പോലെയുള്ള ഇത്തരം ആർട്ടിക്കിളുകൾക്ക് പ്രത്യേകിച്ചൊരു നാഥനുമില്ല, ഉത്തരവാദിത്തവുമില്ല, ആധികാരികതയുമില്ല, ഒന്നുമില്ല. കേട്ടുകേഴ്വിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ആളുകൾ കാര്യങ്ങൾ എഴുതി വിടുന്നതാണ് ആധികാരികമായ കാര്യങ്ങളായി പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു കടുത്ത യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭങ്ങളിലാണ് പറഞ്ഞു പോകുന്നത്, നിങ്ങൾ വായനയെ മറക്കരുത്. വായിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പുസ്തകം എടുത്ത് വായിക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ, സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നു എന്നിത്യാദി വർത്തമാനങ്ങൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവരോടെനിക്ക് സ്നേഹത്തോടെ വിയോജിക്കാനും ഒരല്പം സഹതപിക്കാനും മാത്രമേ കഴിയുന്നുള്ളൂ. പത്രം വായിക്കുക, പത്രവാർത്തയിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുക, റേഡിയോ വാർത്തകൾ ശ്രവിക്കുക, നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലുള്ള വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള അഴകുഴമ്പൻ കുഴാമറിച്ചിൽ പിടിച്ച വാർത്തകളെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതലും റേഡിയോ വാർത്തകൾ ശ്രവിക്കുന്നതിന് നമ്മൾ സമയം കണ്ടെത്തിയാൽ അത്യന്തം ഗുണപ്രദമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും. ഞാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അധികം ദീർഘിപ്പിക്കുന്നില്ല. തിരക്കുള്ളവരാണ് നിങ്ങൾ. ഒരു വീഡിയോ ദീർഘനേരം കേൾക്കുന്നതിന് നിങ്ങൾക്ക് പാടാണെന്നും എനിക്കറിയാം. ഏതായാലും നിങ്ങൾ ഈ പുസ്തകം വാങ്ങി, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നോ മറ്റോ ആയാലും വേണ്ടില്ല, വായിച്ച് കഴിഞ്ഞാൽ ഉജ്ജ്വലമായ ഒരനുഭവമായിരിക്കും, ഒരു മാർഗദർശനമായിരിക്കും നിങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇതുപോലുള്ള ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ളതും എനിക്കും ആഹ്ലാദപ്രദമായിട്ടുള്ളത് ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന ഒരു അംഗീകാരമാണ്. നിങ്ങൾ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ എനിക്ക് കൂടി ഒരു എളിയ പ്രോത്സാഹനം നൽകണമെന്നുള്ള വിനയപൂർണമായ ഒരപേക്ഷ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും മറ്റൊരു നല്ല വിഷയവുമായി നമ്മൾ കാണുന്നത് വരെ നിങ്ങളുടെ മോഹൻദാസ്.